ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളൊരു റിസൾട്ട് പ്രഖ്യാപനമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, നമ്മൾ ഫെമിനിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ സ്ത്രീകളുടെ അല്പവസ്ത്രധാരണം പലപ്പോഴും പല പുരുഷന്മാരെയും സെക്ഷൽ തോട്ട്സ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ വെച്ച് നമ്മൾ സ്ഥാപിച്ചിരുന്നു, പല ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിലടക്കം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ചില ഫീമെയിൽ ഫെമിനിസ്റ്റുകളൊക്കെ അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള, നമ്മുടെ ബോയ് ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾക്കൊന്നും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആണുങ്ങൾക്കൊന്നും ഇത്തരത്തിൽ നമ്മൾ അല്പവസ്ത്രധാരണം നടത്തിയാൽ അവർക്ക് എന്തെങ്കിലും സെക്ഷൽ തോട്ട്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ എന്തോ ഒരു അപരാധം പറഞ്ഞതുപോലെ ഇങ്ങനെ അവതരിപ്പിക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും എക്സ്പ്രഷൻസ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾക്കെതിരെ ഒരു വെല്ലുവിളി വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചലഞ്ച് ചെയ്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ തിരിച്ച് ഒരു ടെസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ സെക്ഷൽ തോട്ട്സ് ഒന്നുമില്ല എന്ന് ഫെമിനിസ്റ്റുകൾ പറയുകയാണെങ്കിൽ, പുരുഷ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഒരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് തയ്യാറാകുമോ? ഇത്തരത്തിൽ സെക്ഷൽ തോട്ട്സ് ഒന്നും ഞങ്ങൾക്കില്ല എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അവർ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് തയ്യാറാകുമോ എന്നതായിരുന്നു നമ്മൾ വെച്ച ഒരു ചലഞ്ച്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. പ്രത്യേകിച്ച് ചില റിസൾട്ടാണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഓരോ പാർട്ടിസിപ്പൻസായി എടുത്ത് അവരുടെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിൻ്റെ അതിനോടുള്ള അവരുടെ പ്രതികരണം എന്താണ്, അവരുടെ റിസൾട്ട് എന്താണ് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായി നമുക്ക് എടുക്കാം, റിസൾട്ട് പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാം, പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിസിപ്പൻ്റായി വന്നിട്ടുള്ളത് നമ്മുടെ മല്ലു അനലിസ്റ്റാണ്, ചെസ് നമ്പർ 1. ഓക്കെ, ചെസ് നമ്പർ 1 നമ്മൾ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് വിളിച്ചു. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞാനിതാ റെഡി ആയിരിക്കുന്നു, അങ്ങനെ സെക്ഷൽ തോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, അല്പവസ്ത്രമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നതാണ് നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷേ മൂപ്പര് സാധാരണ കുറേ മൂപ്പരുടേതായ കുറേ അനാലിസിസ് ഒക്കെ ഇങ്ങനെ പറയുന്നു, വർത്തമാനം പറയുന്നു, നമ്മളെ പരിഹസിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അവസാനം മൂപ്പര് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത്രേ ഉള്ളൂ, സെക്ഷൽ തോട്ട്സ് വരൂല എന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല, പക്ഷെ കൺട്രോൾ വേണം. ലൈംഗിക ചിന്ത ഉണ്ടാകരുത് എന്ന് ആരും പറയുന്നില്ല, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് ആ സ്ത്രീകളോട് മാന്യമായി പെരുമാറേണ്ടത് ബാസിലിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നമുക്ക് സംശയമില്ല. അപ്പൊ നമുക്ക് കൈ കൊടുക്കും അല്ലേ, നമ്മള് ആ വിഷയത്തിൽ ഒരേ നിലപാടിലാണ്. അപ്പം പിന്നെ മല്ലു അനലിസ്റ്റ് ഡിറ്റക്ടർ ടെസ്റ്റിന് വരാതെ തന്നെ സത്യം പറഞ്ഞു. നുണപരിശോധനക്ക് വിളിച്ചപ്പോൾ മല്ലു അനലിസ്റ്റ് സത്യം പറഞ്ഞു. ഇങ്ങനെ നമ്മൾ നുണപരിശോധനക്ക് വിളിക്കുമ്പോഴാണ് പലരും സത്യം പറയാം. അപ്പോൾ അതുകൊണ്ട് അതെ, നമ്മളുടെ ഉദ്ദേശം നടന്നു, ഇനി വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതായാലും സത്യം പറഞ്ഞു. അപ്പോൾ ഏതായാലും അതാണ് ടെസ്റ്റ് 1 റിസൾട്ട്, പാർട്ടിസിപ്പൻറ്റ് 1 റിസൾട്ട് അതാണ്. അദ്ദേഹം സത്യം പറഞ്ഞു, ടെസ്റ്റിന് വരാതെ തന്നെ സത്യം പറഞ്ഞ് ഒഴിവായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ഷിജിൻ എന്ന് പറയുന്ന, ഈ നീലമുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചെസ് നമ്പർ 2. ഓക്കെ, നീലമുട്ടയും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ വാദിക്കും എന്നൊക്കെ വിചാരിച്ച് ടെസ്റ്റിന് വരാനും നമ്മൾ മെഷീനൊക്കെ റെഡിയാക്കി വെക്കും. പക്ഷേ ഫീമെയിൽ ഫെമിനിസ്റ്റുകൾ ഇവരെ വിശ്വസിച്ച് നടക്കുകയാണ്. അതെ, ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ആ രൂപത്തിൽ സംസാരിക്കും. അപ്പോൾ എനിവേ അതും നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് ഒക്കെ ചലഞ്ച് അക്സെപ്റ്റഡ് എന്നാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മെഷീനൊക്കെ ഓണാക്കി വെച്ചിരിക്കും. പക്ഷേ സംഭവം അവസാനം വന്നത് ഞങ്ങൾക്ക് അങ്ങനെ വാദമേ ഇല്ല, അങ്ങനെ വാദം ഉണ്ടെന്ന് കള്ളം പറയാണ്. എന്ന് വെച്ചാൽ അല്പവസ്ത്രം ധരിച്ചാൽ സെക്ഷൽ തോട്ട്സ് ഉണ്ടാകും. ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത പുരുഷന്മാർക്ക് അല്പവസ്ത്രം ധരിച്ച സ്ത്രീകളെ കണ്ടാൽ ലൈംഗിക ചിന്ത ഉണ്ടാകില്ല എന്ന വാദം ഞങ്ങളുടെ പേരിൽ ആരോപിച്ച് നീ കള്ളം പറയുകയല്ലേടാ. സത്യം പറഞ്ഞ് ഡിറ്റക്ടർ ടെസ്റ്റ് നിന്നും മൂപ്പരും ഓടിപ്പോയി. ബാസിലിനോട് ചോദിച്ചു, നീ കള്ളം പറയല്ലേടാ. അപ്പൊ ഞാൻ കള്ളം പറയാണ്. എന്ത്, ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾക്കൊന്നും അങ്ങനെ വാദമില്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. പുരുഷ ഫെമിനിസ്റ്റുകൾക്ക് അങ്ങനെ വാദമില്ല, അല്പവസ്ത്രം കണ്ടാൽ സെക്ഷൽ തോട്ട്സ് വരും എന്നുള്ളത് എന്ത് ചെയ്തു, മൂപ്പരും പറഞ്ഞു പോയി. അപ്പോൾ ആ വിഷയത്തിലും മൂപ്പരും സത്യം പറഞ്ഞ് ഡിറ്റക്ടർ ടെസ്റ്റ് നിന്ന് മൂപ്പരും രക്ഷപ്പെട്ടു. അപ്പോൾ അതാണ് ചെസ് നമ്പർ 2. ഇനി ചെസ് നമ്പർ 3 വന്നിട്ടുള്ളത് നമ്മുടെ ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറഞ്ഞു പെട്ട ഒരു പയ്യനുണ്ടല്ലോ. മൂപ്പര് വന്നിട്ട് ഈ ടെസ്റ്റിനെ കുറിച്ചൊന്നും ഒരു അക്ഷരമില്ല, വന്നാൽ പെടുന്നറിയാം. പിന്നെ മദ്രസ അധ്യാപകരൊക്കെ കുറിച്ച് പറഞ്ഞു, നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. മദ്രസ അധ്യാപകരോ സ്കൂൾ അധ്യാപകരോ ഡോക്ടർമാരോ സയന്റിസ്റ്റുകളോ ആര് ചെയ്താലും സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തെറ്റാണ്. അത്രേ ഉള്ളൂ സംഭവം. അത് പിന്നെ ആ പയ്യന് മനസ്സിലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ടെസ്റ്റിന് വന്നിട്ടില്ല, മൂപ്പര് ഓടി, സത്യവും പറഞ്ഞിട്ടില്ല, ടെസ്റ്റിന് വരികയും ചെയ്തിട്ടില്ല, ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഉള്ളത് കുറച്ച് പാർട്ടിസിപ്പൻസ് വന്നു, പക്ഷെ അവർ അയോഗ്യരാണ്, ഇൻവാലിഡ് എൻട്രീസ് വന്നിട്ടുണ്ട് കുറച്ചെണ്ണം. അതെന്താ ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ചത് ആരെയാണ്, പുരുഷ ഫെമിനിസ്റ്റുകളാണ്. പുരുഷന്മാരെ വിളിക്കാൻ കാരണം എന്താ, പുരുഷന്മാരുടെ തോട്ട്സിനെ കുറിച്ചാണ്
നമ്മുടെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്. കാരണം പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവുന്നുണ്ടോ? കാരണം സ്ത്രീകളുടെ പുരുഷന്മാരുടെയും തോട്ട്സ് ഡിഫറൻ്റ് ആണ്. കാരണം ഒരു വിഷൻ വഴിയുള്ള സെക്ഷൽ തോട്ട്സ് വരുന്നത് പുരുഷന്മാർക്കാണ് കൂടുതൽ, പ്രത്യേകിച്ചും അത്തരത്തിലുള്ള സെക്ഷൽ ട്രിഗറിങ്സ് ഉണ്ടായി തുടങ്ങുന്നത് ബ്രെയിനിൽ ഉണ്ടാവുന്നത്. സെക്ഷൽ ഡൈമോർഫിസം എന്നുള്ള പദം തന്നെ ഉണ്ട്. അതായത് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി അതിന്റെ സ്റ്റിമുലേഷൻ വ്യത്യസ്ത രൂപത്തിലാണ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വ്യത്യസ്ത രൂപത്തിലാണ്, അതേപോലെ പുരുഷന്മാരുടെ വ്യത്യസ്തം. അതുകൊണ്ട് സെക്ഷൽ ഡൈമോർഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളെല്ലാം ഇതിൽ വെല്ലുവിളിച്ചത്. സ്ത്രീകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരിക്കലും നല്ല മിക്കവാറും ഈ പുരുഷന്റെ നഗ്നത കണ്ടാൽ അത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് ഇനീഷ്യേറ്റ് ചെയ്തോളന്നില്ല. അവർക്ക് വേറെ തരത്തിലുള്ള പേഴ്സണൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫെമിനിസ്റ്റുകൾ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ കളവ് പറയല്ല, അവരുടെ വിവരക്കേട് മാത്രമാണ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സയൻസ് ഒന്നും പഠിക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ മാത്രമാണ്. അവരെന്തായാലും കളവ് പറയുകയല്ല. അതുകൊണ്ട് പിന്നെ വഫ അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഫെമിനിസ്റ്റ് അവർ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു. നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. ആ എക്സ്പ്രഷനുള്ള മാർക്ക് നമ്മൾ വേറെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. എന്തായാലും നിങ്ങളുടെ എൻട്രി ഇൻവാലിഡ് ആണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ തോട്ട്സ് ഇല്ല. അത് നമ്മളും പറഞ്ഞതാണ്. ആ ഡിറ്റക്ടർ ടെസ്റ്റിന് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഫെമിനിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്നില്ല, അവരെ ഒഴിവാക്കി കൊടുക്കണം. മാത്രമല്ല തമ്മിൽ ചർച്ചയിലടക്കം നമ്മൾ സൂചിപ്പിച്ചു. ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ആൺകുട്ടികളെ കുറിച്ച് പറയുന്നത്, ആൺകുട്ടികൾ ഒരു അക്ഷരം ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അതാണ് ഇൻവാലിഡ് എൻട്രീസ് നമ്മൾ ഒഴിവാക്കിയാൽ ഇതാണ് പ്രധാനപ്പെട്ട എൻട്രീസ് ഒക്കെ വന്ന്. വേറെയും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആരും ടെസ്റ്റ് എന്തായാലും എന്ത് ചെയ്തിട്ടില്ല, ആരും നേരിട്ട് വരാൻ തയ്യാറായിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ സത്യം പറഞ്ഞു പോയി, കുറേ ആൾക്കാർ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി. പിന്നെ ഇതിലുള്ളത് വെച്ചാൽ സെക്ഷൽ തോട്ട്സ് വരും, കൺട്രോൾ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ എസ് എഴുതിയ ആൾക്കാരുണ്ട്. ഇതന്നെയാണ് ചങ്ങായിമാരെ ഞങ്ങളുടെയും വാദം. പുരുഷൻ കൺട്രോൾ ചെയ്യണം, നിർബന്ധമായിട്ട് കൺട്രോൾ ചെയ്യണം. ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നൊരു വാചകമുണ്ട്, അല്പവസ്ത്രമല്ല ഒന്നുകൂടാത്തൊരു സ്ത്രീ, ആ സ്ത്രീയെ പോലും മോശമായിട്ട് എന്താ ചെയ്യുന്ന കാര്യമല്ല, അനാവശ്യമായി നോക്കാൻ പോലും പാടില്ല. ഇതാണ് നമ്മുടെ പൊസിഷൻ. പിന്നെ നമ്മളോട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യം. അത് ഈ മതവിശ്വാസികളാണ് ഈ സെൽഫ് കൺട്രോളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇവര് അങ്ങനെ കൺട്രോളൊക്കെ അത്രയൊന്നും വേണ്ട, ഇങ്ങനെ ഈ പിന്നെന്താ പറയാ മതത്തിന്റെ അതിർവരമ്പുകളിൽ നിങ്ങൾ തളച്ചിടേണ്ടതെന്നൊക്കെ പറഞ്ഞ വലിയ ഫ്രീഡത്തെ കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, കൺട്രോൾ ചെയ്യണം, ഓരോ വിഷയത്തിലും നമുക്ക് കൺട്രോൾ വേണം, ധാർമ്മികത നോക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീക്ക് ഒരു ഹാൻഡ് ഷേക്ക് തരാനുള്ള കൺസെന്റ് തന്നാൽ പോലും നമ്മൾ അനാവശ്യം തുടരുത് ഒരു ടച്ച് കൊണ്ട് പോലും ആ രൂപത്തിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങളോട്. അതായത് അവരെക്കാളും കൂടുതൽ സെൽഫ് കൺട്രോൾ പറയണം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മതവിശ്വാസികളാണ്. അപ്പോൾ ആ നിലക്കുള്ള കൺട്രോളിനെ കുറിച്ച് നിരന്തരമായി പറയുന്ന ആളോട് ഞങ്ങളോട് കൺട്രോളിനെ കുറിച്ചുള്ള എസ്സേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം അത് ഞങ്ങളും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ വിഷയം എന്താണ്, അത്തരത്തിലുള്ള തോട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ 24 ന്യൂസിലെ കുട്ടി, നമ്മുടെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ്. അത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു തോട്ടുണ്ടാകുന്നില്ല. കാരണം ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഈ ചങ്ങായിമാർ. അതുകൊണ്ടാണ് നമ്മൾ കുറുക്കന്മാരെന്ന് വിളിച്ചത്. കാരണം ഇവർക്കറിയാം. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ബാക്കിയൊക്കെ മാറ്റി വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു നുണ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞില്ലേ. കാരണം ഇവർക്ക് അങ്ങനെ തോട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാവുന്ന ഇവരുടെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവരെ അങ്ങനൊന്നുമില്ല, ഫ്രണ്ട്സ് ആകുമ്പോൾ അത്തരം തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, അല്പവസ്ത്രം ഒരു പ്രശ്നമില്ല, വസ്ത്രമായിട്ട് സെക്ഷൽ തോട്ട്സിന് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കായിരുന്നു. അതുകൊണ്ട് അവരെ നമ്മൾ കുറുക്കന്മാരെന്ന് വിളിച്ചത്. പുരുഷ ഫെമിനിസ്റ്റുകൾ കുറുക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇത് ഈ ഇത്തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ അല്പവസ്ത്രം കാണുമ്പോഴോ അല്ലെങ്കിൽ പുരുഷൻ്റെ വസ്ത്രത്തിൻ്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെയാണ് പുരുഷന്മാരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ടെസ്റ്റിന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ടെസ്റ്റിന് ആളുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ടെസ്റ്റിന് വരുന്നതിന് മുമ്പേ സത്യം പറഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് ഉണ്ടാവുകയും അത്തരത്തിൽ അതിനെ പല രൂപത്തിൽ നരമ്പ് രോഗികളായ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതൊക്കെ പല രൂപത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാം. അപ്പോൾ ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലക്ക് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ലിമിറ്റേഷൻസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ അല്പവസ്ത്രം ധരിച്ചതുകൊണ്ടോ ഇനി വസ്ത്രം ഒന്നുമിട്ടില്ല എന്നുണ്ടെങ്കിലോ സ്ത്രീയെ ഉപദ്രവിക്കാമെന്നോ കൺട്രോൾ ചെയ്യേണ്ട എന്നൊന്നുമല്ല നമ്മുടെ വാദം. അതെല്ലാം കൺട്രോൾ ചെയ്യണം. ഇനി ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഒരു സ്ത്രീയെ തൊടാൻ പോലുമുള്ള, അനാവശ്യമായി നോക്കാൻ പോലുമുള്ള അവകാശം പുരുഷനില്ല എന്നുള്ളത് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ നുണ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ ടെസ്റ്റിന് വിളിച്ചപ്പോൾ അത് റേപ്പിനെ ന്യായീകരിക്കുകയാണ്. ഇത് ഞാൻ അടുത്ത ലൈറ്റ് ഡിറ്റക്ടർ ടെസ്റ്റിന് വിളിക്കുകയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അരവാചകത്തിലൂടെയെങ്കിലും റേപ്പിനെ ന്യായീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യും. നമ്മൾ പറയുന്നത് റേപ്പ് എന്നല്ല, അനാവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവിക്കുന്ന നോട്ടം പോലും പാടില്ല എന്ന് പറയുന്ന ഞങ്ങളെക്കുറിച്ച് റേപ്പിനെ ന്യായീകരിക്കുകയാണ്.
എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? നമ്മൾ പങ്കെടുത്ത എല്ലാ ചർച്ചയിലും നമ്മൾ പറയാറുണ്ട്, ഒന്നുമിടാത്തൊരു സ്ത്രീയെ പോലും അനാവശ്യമായി നോക്കാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് കളവ് പറയുക. അപ്പോൾ ആ കളവൊക്കെ മാറ്റി വെക്കുക. എന്തായാലും സത്യം ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അല്പവസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൽ തോട്ട്സ് ഉണ്ടാകും. ഈ ഒരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. ആ യാഥാർത്ഥ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കളിച്ചിരുന്ന പുരുഷ ഫെമിനിസ്റ്റുകളെ, കുറുക്കന്മാരെ നമ്മൾ ആ ചൂടോടെ തന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.